or equivalence or acceptance of the final state and empty stack. Okay, so next we are going to study equivalence of PDA and context free grammar. Okay, so in case of an equivalence of PDA and PDA and CFG equivalent ആണെന്ന് പറയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? We can convert, or if we have a PDA, we can convert this PDA to ഇതിലോട്ടേക്ക് convert ചെയ്യാൻ പറ്റും. We can convert it into CFG, and this, if a CFG is given, that CFG can be converted to PDA. Or we can say that if a PDA is given, we have to construct a CFG from this given PDA. And if we are given with a context-free grammar, from this context-free grammar, we must generate a PDA, push down automata. Then we can say that, or by this we can prove the equivalence of a context-free grammar and a push down automata. ഇപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താ PDA ഫൈനൽ സ്റ്റേറ്റ് ആക്സെപ്റ്റൻസ് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ empty സ്റ്റാക്കിന്റെ ആക്സെപ്റ്റൻസും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. empty സ്റ്റാക്കും പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഫൈനൽ സ്റ്റേറ്റ് ആക്സെപ്റ്റൻസും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ empty സ്റ്റാക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് പ്രൂവ് ചെയ്യുന്നത്. Okay, so first case is case 1. We can consider a context free grammar. Context free grammar നമുക്ക് തന്നിട്ടുണ്ടാവും. അതിൻ്റെ അകത്ത് നിന്ന് എന്ത് ചെയ്യണം? We have to construct the PDA. And in second case, we are given with a PDA and we have to construct a context free grammar from that PDA. Okay, so first case we are considering the conversion of a context free grammar and a PDA. നമുക്ക് context free grammar തന്നിട്ട് അതിൻ്റെ അകത്ത് നിന്ന് PDA എങ്ങനെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നു, കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നുള്ളത് നോക്കാം. Okay, so first, if you are given with a context free grammar, then there will be an L. ഒരു ലാംഗ്വേജ് ഉണ്ടാവുമല്ലോ. So let L be generated by a context free grammar G. G എന്ന് പറയുന്ന ഗ്രാമർ യൂസ് ചെയ്തിട്ട് ജനറേറ്റ് ചെയ്യുന്ന ലാംഗ്വേജിനെ നമ്മൾ L എന്ന് ഡിനോട്ട് ചെയ്യുന്നു. So then we can say that L can be accepted by a PDA M. Okay, ഒരു PDA L എന്ന് പറയുന്ന ലാംഗ്വേജിന് ഒരു PDA push down automata ആക്സെപ്റ്റ് ചെയ്യും by empty stack. അതായത് acceptance by empty stack എന്ന് പറയുന്നത് എന്താ? What is the meaning of acceptance by empty stack? എന്താ ചെയ്യുക? നമുക്ക് പുഷ് ഡൗൺ ഓട്ടോമാറ്റയിൽ നമുക്കൊരു സ്റ്റാക്ക് ഉണ്ട്. ആ സ്റ്റാക്ക് എംറ്റി ആയി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാം, ഇൻപുട്ട് സിമ്പിൾ കംപ്ലീറ്റ് അനാലിസിസ് ചെയ്ത് കഴിഞ്ഞ് സ്റ്റാക്കും എംറ്റി ആയി കഴിഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഇസ് ദ ആക്സെപ്റ്റൻസ് ബൈ ദ എംറ്റി സ്റ്റാക്ക്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ ഇഫ് വി ആർ ഗിവൺ വിത്ത് a context free grammar G, what is BTPS? എന്താണ് B, T and P and S in case of a context free grammar? Anyone? എന്താണ് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിൽ നമ്മൾ BTPS എന്ന് പറയുന്നത് എന്താണ്? ലിഖിത്. Okay, so B is a non-terminal, T is a terminal symbols, and P will be the set of rules, and S will be the set of stat symbol. So then from this grammar G we can construct a PDA. Then PDA is represented as M and it will be of the form എങ്ങനെയായിരിക്കും? PDA നമ്മൾ എന്തൊക്കെയാ പറയുന്നത്? ആദ്യം നമുക്ക് തരുന്നത് എന്താ? സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് Q അല്ലെ. സോ Q വിൽ ബി, നമുക്ക് PDA കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത്, ഒരു ഗ്രാമർ തന്നിട്ട് PDA കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു സ്റ്റേറ്റിനെ മാത്രമാണ് കൺസിഡർ ചെയ്യുക. ത്രൂ ഔട്ട് നമുക്ക് ഈ സ്റ്റേറ്റിനെ തന്നെ യൂസ് ചെയ്യാം. എന്താണോ ഇവിടെ സ്റ്റേറ്റ് യൂസ് ചെയ്യുന്നത് ആ സ്റ്റേറ്റിനെ തന്നെ യൂസ് ചെയ്താൽ മതി. ഓക്കെ, അല്ലെങ്കിൽ Q0, Q1, Q2 അങ്ങനെ ഡിഫറെന്റ് സ്റ്റേറ്റിനെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു സ്റ്റേറ്റ് കൺസിഡർ ചെയ്യുക, ദാറ്റ് ഈസ് Q. ദെൻ T ഇവിടെ പറയുന്നത് എന്താണ്? PDAന്റെ കേസിൽ ഇവിടെ എന്താണ് നമ്മൾ തരുന്നത്? സിഗ്മ, ദാറ്റ് ഈസ് ദ ഇൻപുട്ട് സിമ്പിൾ ദാറ്റ് ക്യാൻ ബി സ്റ്റോർ that can be considered in a PDA. അപ്പോൾ ഇൻപുട്ട് സിമ്പിൾ ആണ് കൺസിഡർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താ? ഗാമ. ഗാമ മീൻസ് സെറ്റ് ഓഫ് സിമ്പിൾസ് ഓൺ ദ സ്റ്റാക്ക് അല്ലെ. നെക്സ്റ്റ് ഇത് ട്രാൻസിഷൻ ആണ്. ദെൻ നമ്മൾ ആദ്യം കൊടുക്കുന്നത് എന്താ? ഇനീഷ്യൽ സ്റ്റേറ്റ് Q0 കൊടുക്കാറുണ്ട്. ദെൻ വി ഹാവ് എ സ്റ്റാക്ക് ടോപ്പ്. സ്റ്റാക്കിന്റെ ടോപ്പിൽ എന്താ ഉള്ളത്? ഫൈനൽ സ്റ്റേറ്റ് എന്താണ്? അങ്ങനെയല്ലേ കൊടുക്കാറ്. PDA നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്? Q, സിഗ്മ, ഗാമ, this is gamma, then delta, then Q0, Z0,
ആൻഡ് എഫ്. ഇങ്ങനെയല്ലേ നമ്മൾ PDA ഡിഫൈൻ ചെയ്തത്? ആണല്ലോ. സോ Q എന്ന് പറയുന്നത് സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് ആണ്. സോ നമ്മളിവിടെ CFG എന്ന് PDA കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഓൺലി നെസസറി ടു കൺസിഡർ സിംഗിൾ സ്റ്റേറ്റ്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻപുട്ട് സിമ്പിൾസ് ആണ്, സിഗ്മ എന്ന് പറയുന്നത്. അത് ഏതാണ് നമ്മൾ കൺസിഡർ ചെയ്യുക? What all terminals that is represented in the context-free grammar that is considered as a T. Okay, T എന്ന് പറയുന്നത് set of terminals in the context-free grammar that is taken as the input symbols for the PDA. Okay, next നമ്മൾ കൊടുക്കുന്ന എന്താ? ഗാമ. ഗാമ മീൻസ് സെറ്റ് ഓഫ് സ്റ്റാക്ക് സിമ്പിൾസ്. സ്റ്റാക്കിൽ എന്തൊക്കെ സിമ്പിൾസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും, അതാണ് ഗാമ. ആ ഗാമ എന്ന് പറയുന്ന സിമ്പിൾസിൽ എന്തൊക്കെ ഉണ്ടാകും? ഗാമ എന്ന് പറയുന്ന സെറ്റിൽ എന്തൊക്കെ ഉണ്ടാവും? ഇറ്റ് വിൽ കൺസിസ്റ്റ് ഓഫ് V union T. What will be V union T എന്ന് പറഞ്ഞാൽ എന്താ? What is meant by V union T? In case of a context-free grammar, നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ V തന്നിട്ടുണ്ട്, T തന്നിട്ടുണ്ട്. What will be V union T? It will be the combination of non-terminals and the terminal symbols in the grammar. അല്ല, അങ്ങനെയുള്ള കോമ്പിനേഷൻ ആയിരിക്കും നമുക്ക് സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്യുന്ന സിമ്പിൾസ് എന്ന് പറയുന്നത്. ടെർമിനൽസും നോൺ ടെർമിനൽസിനെയും സ്റ്റോർ ചെയ്യും. Then we will have a transition, that is a delta, and Q0 ആണ് initial state നമ്മൾ represent ചെയ്യുക. But here in case of this conversion we can consider the single state throughout the conversion step. Okay, so next we will be given with a stack of top. നമ്മൾ സ്റ്റാക്കിൻ്റെ അകത്ത് എംപ്റ്റിനെസ് കാണിക്കാൻ വേണ്ടി ഒരു Z0 നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. But here in case of a context free grammar, what is the symbol as a starting symbol? നമ്മൾ S implies എന്ന് പറഞ്ഞിട്ട് തുടങ്ങില്ലേ, അല്ലെങ്കിൽ എന്താണോ സ്റ്റാർട്ടിംഗ് സിമ്പിൾ നമുക്ക് ഗ്രാമറിൽ തരുന്നത് അതാണ് ഇവിടെ സ്റ്റാക്കിന്റെ ടോപ്പിൽ ഉണ്ടാവുക. ദാറ്റ് ഇസ് ആദ്യം ഇനീഷ്യലി നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എന്തായിരിക്കും? സ്റ്റാർട്ട് സിമ്പിൾ വിൽ ബി സ്റ്റോർഡ് ഓൺ ദ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക്. Okay, then the next one will be the final state. ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ 5 ആണ് കൊടുക്കുന്നത്. കാരണം ഇത് നള്ളാണ്. ഫൈനൽ സ്റ്റേറ്റിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ബിക്കോസ് വി ആർ ആക്സെപ്റ്റിംഗ് ഇറ്റ് ത്രൂ ആൻ എംപ്റ്റി സ്റ്റാക്ക്. എംപ്റ്റി സ്റ്റാക്ക് ത്രൂ ആണ് അക്സെപ്റ്റൻസ് വരുന്നത്. സോ വി ഡസ് നോട്ട് നീഡ് ടു കൺസിഡർ ദ ഫൈനൽ സ്റ്റേറ്റ്. ഫൈനൽ സ്റ്റേറ്റ് എന്താണെന്നുള്ളത് നമ്മൾ ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്തായാൽ മതി, സ്റ്റാക്ക് എംപ്റ്റി ആയെന്ന കേസിൽ തന്നെ നമുക്ക് എന്ത് പറയാം? ദാറ്റ് സ്ട്രിങ് ഇസ് ആക്സെപ്റ്റഡ് ബൈ ദിസ് PDA എന്ന് പറയാം. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഇത്ര വരെ പറഞ്ഞത് ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഇതിന്റെ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഗ്രാമർ എന്താണ് തന്നിട്ടുള്ളത്? VTPS ആണ് തന്നത്. അത് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിന്റെ ഫോം ആണ്. അങ്ങനെയാണെങ്കിൽ വി വിൽ കൺവേർട്ട് ദിസ് ഗ്രാമർ ടു എ PDA ഓഫ് ദ ഫോം. എന്തായിരിക്കും? സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് ഒരു സിംഗിൾ സ്റ്റേറ്റ് മതി. T എന്ന് പറയുന്നതാണ് ടെർമിനൽ സിമ്പിൾസ് ആണ് ഇവിടെ വരിക. ഇറ്റ് വിൽ ബി considered as the input symbol for the PDA, and the stack symbols will be the combination of non-terminal and the terminal symbols. And next is the transition, and Q means it has only a single state throughout, so we can represent the initial state as Q. And the stack of top നമ്മൾ എന്തായിട്ട് കൊടുക്കുക? എന്താണോ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ്, സ്റ്റാർട്ടിംഗ് സിമ്പിൾ, അതാണ് ഇവിടെ Z0 പകരം നമ്മൾ സ്റ്റാർട്ട് സിമ്പിൾ കൊടുത്തു. Then final state is 5 because we are considering the acceptance of a empty stack. Empty stack യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്താവും? ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് 5 ആണ്. Is it clear? ഒന്ന് റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. ചോദിച്ചു കഴിഞ്ഞാല് മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാവുന്നില്ലേ എന്നൊക്കെ റെസ്പോണ്ട് ചെയ്യാം. ഇതായിരിക്കും വേണ്ടിയിട്ട് എടുക്കുന്നത്. ഓക്കെ, ഇതാണ് ഇവിടെ പറഞ്ഞത്. We have access to only single state. Then terminal symbols എന്ന് പറയുന്നത് ടെർമിനൽ സിമ്പിൾസ് ആണ് നമ്മൾ ഇൻപുട്ട് സിമ്പിൾസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. Then gamma means V union T ആണ്. Then stack symbol top initially we will be assigned with a start symbol S, and 5 is the we have no final state because we are considering the acceptance of an empty stack. And next is we have to consider the transition. അല്ല, നമ്മൾ ട്രാൻസിഷൻ എങ്ങനെയാണെന്ന് ഡിഫൈൻ ചെയ്തില്ല. സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിഫൈൻ ദ ട്രാൻസിഷൻ. Transition is defined of the form if we have a grammar of the form A implies beta. A implies beta എന്ന് പറയുന്ന ഒരു ഗ്രാമർ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ റൂള് നമുക്ക് P, അതായത് G equal to VTPS ആണല്ലോ. We have the context free grammar G equal to VTPS. So P will have a set of production rules. So from this production rule, we have a grammar or a production of the form A implies beta. ഇങ്ങനെ ഒരു റൂളാണ് A implies beta എന്നുള്ള ഒരു ഫോമിലാണ് നമ്മളെ ഗ്രാമറിൽ പ്രൊഡക്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ then
ബീറ്റ ഏത് ഫോമിലായിരിക്കും? റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താവാം? കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിൽ നമുക്കറിയാം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വിൽ ബി എ നോൺ ടെർമിനൽ ആൻഡ് റൈറ്റ് ഹാൻഡ് സൈഡ് വിൽ ബി ദ കോമ്പിനേഷൻ ഓഫ് നോൺ ടെർമിനൽ യൂണിയൻ ടെർമിനലിന്റെ കോമ്പിനേഷൻസ് വരാം. It is V union T whole star means we can have any combination of terminals and the non-terminals in place of a beta. That is right hand side. നമുക്ക് combination of terminals and non-terminals exist ചെയ്യാം. Okay. So ഇങ്ങനെ ഒരു ഗ്രാമർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്രം ദിസ് വി ക്യാൻ കൺസിഡർ ദ ട്രാൻസിഷൻ. നമുക്ക് അതിനൊരു PDA ഒരു ട്രാൻസിഷൻ വേണമല്ലോ. ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഏത് ഫോമിലാണ് നമ്മൾ എഴുതുക? ട്രാൻസിഷൻ ഓഫ് Q ആണ് നമ്മളെ സ്റ്റേറ്റ്, ഓൺലി സ്റ്റേറ്റ് എന്ന് നമ്മൾ പറഞ്ഞു. Then first you have to represent the state, comma. Next we have to write epsilon, and next what is the symbol that is in the left hand side of the projection that we have to represent here, and which contains, അതായത് നമ്മൾ ട്രാൻസിഷൻ എങ്ങനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ട്രാൻസിഷൻ ഓഫ് Q, epsilon, A equal to ഒരു സ്റ്റേറ്റ് നമ്മൾ പറയാറുണ്ടല്ലോ, that is Q, beta. That is ഇവിടെ എന്താണോ സ്റ്റേറ്റ് അത് തന്നെ കൊടുക്കുക. അതിൽ നിന്ന് നമ്മൾ ഇവിടത്തേക്കാണ് പോകുന്നത്, റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ബീറ്റ എന്ന് പറയുന്ന ടേം ആയിരിക്കും ഇവിടെ വരിക. ക്ലിയർ? A implies beta form ഉണ്ടെങ്കിൽ ഒരു പ്രൊഡക്ഷൻ ഗ്രാമറിലുള്ള ഒരു പ്രൊഡക്ഷൻ, ഒരു സിംഗിൾ പ്രൊഡക്ഷൻ is of the form A implies beta ആണെങ്കിൽ and beta ഏത് ഫോമിലായിരിക്കും? It will consist of a combination of terminals and non-terminals. Then our transition in a PDA will be of the form transition of Q, epsilon, A will be equal to the Q, beta. Beta ഈ പ്രൊഡക്ഷന്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താണോ അതായിരിക്കും ഇവിടെ വരിക. ക്ലിയർ? And ഈ ബീറ്റ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, we have said that it can be the combination of terminals and non-terminal symbols. അല്ലെ? ടെർമിനൽസിന്റെയും നോൺ ടെർമിനൽസിന്റെയും കോമ്പിനേഷൻ വരാം. അപ്പോൾ നോൺ ടെർമിനൽസിന്റെയും ടെർമിനൽസിന്റെയും കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ബീറ്റ ഇപ്പൊ സപ്പോസ് ASB ഫോമിലാണ് ഉള്ളതെങ്കിൽ we have to input like this. സ്റ്റാക്കിന്റെ അകത്ത് പുഷ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ആദ്യം B പുഷ് ചെയ്യുക, പിന്നെ S പുഷ് ചെയ്യുക, then A പുഷ് ചെയ്യുക. That means the leftmost symbol of beta comes in top of the stack. Leftmost symbol ആണ് ഇവിടെ വരിക, സ്റ്റാക്കിന്റെ ടോപ്പിൽ വരിക. That is A will be inserted at last. ആദ്യം B ഇൻസേർട്ട് ചെയ്തു, S ഇൻസേർട്ട് ചെയ്തു, പിന്നെയാണ് A ഇൻസേർട്ട് ചെയ്യുക. ആ ഒരു ഫോമിലാണ് നമ്മൾ ഈ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ടേം സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്യുന്നത്. അതിന്റെ പ്രോഡക്റ്റ് ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. ക്ലിയർ? ഇനി അടുത്തൊരു കേസ് എന്ന് പറയുന്നത്, ഇഫ് നമുക്ക് രണ്ട് ടെർമിനൽസ് ആണ് വരുന്നതെങ്കിൽ, അതായത് ഇൻപുട്ടും നമുക്ക് ടെർമിനൽ ഫോർ ഈച്ച് A in T, നമുക്ക് T എന്ന് പറയുന്നത് G equal to VTPS ടെർമിനൽ സിമ്പിൾസ് ഏതൊക്കെയാണുള്ളത് നമുക്ക് T എന്ന് പറയുന്ന സെറ്റിൽ ഉണ്ടാവും. ഇഫ് T കൺസിസ്റ്റ് ഓഫ് A and B ആണ് T terminal symbols എങ്കിൽ we will have the transition like this. For A we will have transition of Q, A will be equal to Q, epsilon. കാരണം നമ്മൾ ഇവിടെ നടക്കുന്ന ഓപ്പറേഷൻ എന്താ? പോപ്പ് ഓപ്പറേഷൻ ആണ്. അതുകൊണ്ടാണ് ടെർമിനൽ സിമ്പിൾസ് ആയാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ പോപ്പ് ചെയ്യണം. ഇവിടെ നടക്കുന്ന എന്താ? നോൺ ടെർമിനൽ സിമ്പിൾസ് ആയാൽ നമ്മൾ അതിൽ എന്ത് ചെയ്യണം? എന്താണോ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദി പ്രൊഡക്ഷൻ അത് നമ്മൾ റീപ്ലേസ് ചെയ്യണം. മനസ്സിലായോ ഡിഫറൻസ്? ഇവിടെ എഗെയിൻ നമുക്ക് B എന്ന് പറയുന്ന ടെർമിനൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ we can give the transition of the form Q, B, B, which will be equivalent to Q, epsilon. That is, we are doing pop operation if we find the B terminal. Clear? So രണ്ട് രീതിയിലാണ് വരിക. If we find a non-terminal implies ഒരു set of terminals and non-terminal combination ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ഫോമിൽ എഴുതാം? The transition of Q, epsilon, A which will be equal to Q, beta ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇപ്പൊ ഈ രണ്ട് കേസാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. ഇത് നോൺ ടെർമിനൽസ് വരുന്ന കേസും ഇത് ടെർമിനൽസ് വരുന്ന കേസും ആണ് വരുന്നത്. ക്ലിയർ? Is it okay? Okay, ma'am. ഓക്കെ, ഒന്ന് അറ്റൻഡൻസ് പറഞ്ഞേ. ആശിഷ്, ഓരോ ആള് ഇടക്കിടക്ക് കയറി വരുന്നുണ്ട് അല്ലെ? നിങ്ങൾക്ക് എന്താ സ്റ്റാർട്ടിങ്ങിൽ വന്നു കഴിഞ്ഞാല് അറ്റ് ലാസ്റ്റ് വന്നിട്ട് അറ്റൻഡൻസ് പറയേണ്ട ആവശ്യമില്ല കേട്ടോ. അഭിനവ്, അഭിഷേക്, ആദിത്യ, ഐശ്വര്യ, അഖിൽ CV, അഖിൽ K,
Akhil K. Amal, Amina, Anina, Amina absent ആണോ? Anirudh, Anjita, Anuja, Anupama, Aromal, Arpit, Arpitilla, Arundad, Ashwin, Fasna, Fasnila, Ramshada, Kritul, Jarish, Khadija, Likith, Liana, Mithun, Nasif, Rasi, Nihal, Salih, Shafiq, Nabil, Shafiqilla, Nabil, Nanda, Nandita, Nivedya, Nuha, Prince, Rishikesh, Rishwin, Ritik, Rohit, Safil, Sankirtana, Sarang, Sejal, Shebin, Sevin, Sishaj, Tanushree, Le, Teja, Tulasi, Vaishnavi, Vishnu, Vaishna, Yadav, Amal. Okay. Prince, okay. Arpitilla, Fasna, Ramshada, Khadija, Shafiq. ഇപ്പൊ കയറി വന്നതാണോ റംഷാദ? തനുശ്രീ, ഷഫീഖ് ഉണ്ടോ? ഓക്കെ, സോ ഇത് മനസ്സിലായല്ലോ. We have to take two cases, that is we have to find the non-terminal symbols and the terminal symbols. So next we are going to consider an example. So first of all, we can construct a context-free we can construct a PDA. Okay, so PDA ആണ് construct ചെയ്യാൻ പോകുന്നത്. So we have to construct a PDA for the symbol So we have to construct a PDA for the grammar, that is S equal to S implies A, S, B, S implies AB. നോട്ടിൽ എഴുതുക,
question ഇതാണ്, we have to construct a PDA for the following grammar: S implies A, S B, and S implies AB. Okay, so from this we have to construct a PDA. ഇതാണ് നമ്മുടെ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ തന്നിരിക്കുന്നത്. From this we have to construct a PDA. So PDA എന്ന് പറയുന്നത് ഏത് ഫോമിലാണെന്ന് നമുക്കറിയാം, which will be of the form Q, sigma, gamma, and next you have to find the transition function, then the starting state, initial state, then set 0, then എന്താണ് ഫൈനൽ സ്റ്റേറ്റ് ആണ് പറഞ്ഞത്. അപ്പം നമ്മൾ എന്ത് പറഞ്ഞു, വി ഹാവ് ടു കൺസ്ട്രക്ട് എ PDA which will be of the form എന്താണ് ഇവിടെ വരുന്ന സ്റ്റേറ്റ്, we have said that there will be only a single state, that is Q, and from this grammar you have to find which all are the input symbols ഏതായിരിക്കും നമ്മൾ പറഞ്ഞത് എന്താ, what all terminal symbols that is present in the context free grammar will be considered as the input symbol. ഏതൊക്കെയായിരിക്കും input symbols വരുന്നത്? Please respond. What all are the input symbols for this grammar? അല്ലെങ്കിൽ PDA ലോട്ടേക്ക് വരുന്ന input symbols ഏതൊക്കെയായിരിക്കും? Which will be of the form? ഏതൊക്കെയാ ടെർമിനൽസ് ഈ ഗ്രാമറിൽ വരുന്ന ടെർമിനൽ സിംബൽസ് ഏതൊക്കെയാ? What all are the terminals? E and B will be the terminal symbols. And what will be the stack symbols? Stack symbols എന്താണ് പറഞ്ഞത്? It will be the combination of non-terminals and terminal symbols ആണെന്ന് പറഞ്ഞു അല്ലെ. So here which all are the non-terminals? S എന്ന് പറയുന്നതാണ് നമുക്ക് non-terminal വരുന്നത്. Then terminals are A and B. So these three will be the symbols on the top of the stack, and we will have a transition. Then our initial state and the all the states are Q itself. And what will be the stack top? എന്താണ് ആദ്യം കൊടുക്കേണ്ടത്? നമ്മളെ സ്റ്റാർട്ടിംഗ് സിമ്പിൾ എന്താണോ that is S ആണ്. So S must be inserted at the top of the stack initially. In a final state illa, so we are representing as 5. So this will be our PDA. Okay, PDA ന്റെ ഫോം ഇതായിരിക്കും. ഇനി ഇതിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? We have to take two things, that is നമ്മൾ കൺസിഡർ ചെയ്യേണ്ട എന്തൊക്കെയായിരുന്നു കൺസിഡർ ചെയ്യേണ്ടത്? If we have the production rule of the form A implies, if we have a production rule of the form A implies beta form ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് എന്താ വേണ്ടത്? We will have a transition, that is Q, epsilon, A will be equal to P, beta അല്ലെ. ഈ ഒരു ഫോമിലാണ് നമ്മൾ പറഞ്ഞത്. സോ സെയിം വേ ഇഫ് യു ഹാവ് എ പ്രൊഡക്ഷൻ ഓഫ് ദ ഫോം, നമുക്ക് ടെർമിനൽ സിംബൽസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? Q, A will be equal to P, എന്താ വരിക? എപ്സിലോൺ ആണ് വരിക അല്ലെ. സോ അങ്ങനെയാണെങ്കിൽ ഹിയർ വി ഹാവ് ദ പ്രൊഡക്ഷൻസ് എന്താണ്, ഒരു സിംഗിൾ നോൺ ടെർമിനൽ ഇംപ്ലൈസ് ബീറ്റ ഫോമിലാണുള്ളത് അല്ലെ. S implies A, S B and S implies A B ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ we will write the transition as എങ്ങനെ കൊടുക്കും? Transition of our state is Q, then we have a epsilon, then we have to write here ഇവിടെ എന്താണ് എഴുതേണ്ടത്? നോൺ ടെർമിനൽ S. Okay, which will be equal to നമ്മൾ ക്യൂവിൽ നിന്ന് എവിടത്തേക്ക് തന്നെയാണ് പോകുന്നത്? We have said that there is only a single state അല്ലെ. Q എന്ന് പറയുന്ന ഒരു സിംഗിൾ സ്റ്റേറ്റ് മാത്രമേ ഉള്ളൂ. സോ നമുക്ക് അവിടെ ട്രാൻസിഷൻ എന്ത് തന്നെയായിട്ട് കാണിക്കാം? ക്യൂലോട്ടേക്ക് തന്നെയായിട്ട് കാണിക്കാം. ഇനി എന്ത് വെച്ചാണ് ഇവിടെ റീപ്ലേസ് ചെയ്യേണ്ടത്? ബീറ്റ എന്ന് പറയുന്നത് എന്താ? റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ പ്രൊഡക്ഷൻ. റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് എന്താ ഉള്ളത്? ASB. സോ വി ഹാവ് ടു റൈറ്റ് ASB ഹിയർ. ഓക്കെ, ASB എഴുതി. ക്ലിയർ? ഇനി നെക്സ്റ്റ് എന്ത് വരും? This is one of the transition. In the first is transition. In the second transition എന്താ വരിക? നമുക്ക് ഒരു പ്രൊഡക്ഷൻ കൂടി ഉണ്ട് with the non-terminal S. That is, we have to write the transition as Q, epsilon, S. Same transition തന്നെയാണ് വരിക, പക്ഷെ അതിന് എന്ത് വരും? ബീറ്റ വാല്യൂ ഡിഫറെന്റ് ആയിരിക്കും. That is, we will move to state Q itself, and the right hand side നമുക്ക് എന്താ ഉള്ളത്? AB ആണുള്ളത്. So here you will have beta form, that is AB. This will be the second transition. രണ്ട് നോൺ ടെർമിനൽസ് മാത്രമല്ലേ ഉള്ളൂ, രണ്ട് പ്രൊഡക്ഷൻ റൂൾ മാത്രമല്ലേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. സോ വി വിൽ ഹാവ് എ ടു ട്രാൻസിഷൻ ലൈക്ക് ദിസ്. ഇനി തേർഡ് ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഏത് ഫോമിലായിരിക്കും? What will be our third transition? It must be for the terminal symbols present in our grammar. ഏതൊക്കെയാ terminal symbols ഗ്രാമറിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്? We have two terminal symbols, that is A and B. So from Q, we have to take the input as A, and if the stack is A, stack symbol is A, we will have to do the pop operation.
അതല്ലേ നമ്മളിവിടെ പറഞ്ഞ സെക്കൻഡ് കേസ്. ക്യൂ കൊമ ഒരു ടെർമിനൽ സിമ്പിൾ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഒരു പുതിയ സ്റ്റേറ്റിലോട്ടേക്ക് പോയി എപ്സിലോൺ വെച്ച് റീപ്ലേസ് ചെയ്യുക. ദാറ്റ് ഇസ് വി ഹാവ് ടു ഡു ദ പോപ്പ് ഓപ്പറേഷൻ. നെക്സ്റ്റ് ട്രാൻസിഷൻ വിൽ ബി, it will be for the other non-terminal, that is q comma b comma b. Okay, q comma b, which will be equal to q comma epsilon. Clear? Is it clear? ഇത്ര പറഞ്ഞത് മനസ്സിലായോ? ഇനി എക്സ്പ്ലെയിൻ ചെയ്യണോ? Okay, ma'am. Okay, so next we can say that if we consider a leftmost derivation of a context-free grammar, it will be equivalent to this our ID. അല്ലെങ്കിൽ നമുക്ക് PDA നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു ഗ്രാമറിന്റെ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻസ് ആയിരിക്കും എടുക്കുക. ഓക്കെ, സോ സപ്പോസ് നമുക്ക് ഈ ഒരു ഗ്രാമർ വെച്ചിട്ട് വാട്ട് വിൽ ബി അവർ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ? സപ്പോസ് ഐ ആം കൺസിഡറിങ് ദ സ്ട്രിങ് ആസ് a b b b. This is our string. To get this string, what will be our leftmost derivation? Leftmost derivation എങ്ങനെ വരും എന്നൊന്ന് പറഞ്ഞേ, അല്ലെങ്കിൽ ഡെറിവേഷൻ ട്രീ ആയാലും കുഴപ്പമില്ല. എങ്ങനെ വരിക? We have to write the parse tree or the derivation tree to get this particular input symbol. This a b b b കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിന് എങ്ങനെയാണ് ഒരു ഡെറിവേഷൻ ട്രീ വരയ്ക്കുക? Or what will be the leftmost derivation? എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും എന്ന് പറഞ്ഞേ. ഋതിക്, ഒന്ന് പറഞ്ഞേ. സീരിയസ് എക്സാമിന് പഠിച്ചതല്ലേ? എങ്ങനെയാണ് ഡെറിവേഷൻ ട്രീ വരക്കുക? വാട്ട് ഇസ് എ ഡെറിവേഷൻ ട്രീ ഫോർ എ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ? മിൻഹാജ്, താലി, ആരുമില്ലേ? ഡിറൈവ് ചെയ്യുന്നത് ഓരോന്നും അങ്ങനെ ആക്കി വെച്ച പോരെ? ആ പറഞ്ഞോ, അതന്നെയല്ലേ പറയാൻ പറഞ്ഞത്. എങ്ങനെയാണ് വരിക, ഏതാണ് കൺസിഡർ ചെയ്യേണ്ടത്, ഏത് പ്രൊഡക്ഷൻ ആണ് വേണ്ടതെന്ന് പറഞ്ഞാൽ പോരെ? എങ്ങനെയാണ് വരിക? എസ് സ്റ്റാർട്ട് സിമ്പിളിന് ഏത് പ്രൊഡക്ഷൻ ആദ്യം റീപ്ലേസ് ചെയ്യും? എ എസ് ബി അല്ലെ? അടുത്തത് എന്താ ചെയ്യാം? നെക്സ്റ്റ് വി ഹാവ് ടു റീപ്ലേസ് ദ നോൺ ടെർമിനൽ എസ്. അപ്പൊ എന്ത് വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്യേണ്ടത്? അടുത്ത് എന്ത് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യണം? എസിന് രണ്ട് പ്രൊഡക്ഷൻ ഉണ്ട്. വാട്ട് പ്രൊഡക്ഷൻ വി വിൽ അപ്ലൈ? എ എസ് ബി തന്നെ. കാരണം 1ഉം 2 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അഗെയിൻ എ എസ് ബി തന്നെ അപ്ലൈ ചെയ്യുന്നു. എഗെയിൻ നമുക്ക് വരേണ്ട എന്താ? ഒരു എ ബി കൂടെ വരണം. അതുകൊണ്ട് എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നു? സെയിം പ്രൊഡക്ഷൻ അപ്ലൈ ചെയ്യുന്നു. എ എസ് ബി 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 വന്നു അല്ലെ? ഇനി ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? ഈ റീപ്ലേസ്മെന്റ് നടത്തുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി? എ ബി കൊടുത്താൽ മതി. എ ബി ബി ബി. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമ്മളെ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ. ഇതിൽ ഒരു നോൺ ടെർമിനൽ മാത്രം ഉള്ളത് കൊണ്ട് ലെഫ്റ്റ് മോസ്റ്റ് ഒന്നിനെ മാത്രം നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു. ഓക്കെ, സോ ദിസ് വിൽ ബി അവർ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ. പാസ് ട്രീ നമുക്ക് എങ്ങനെ വരയ്ക്കാം? എസ് എ എസ് ബി, ദെൻ ഇവിടെ എന്ത് വരും? എ എസ് ബി, ദെൻ ഈ എസിന് നമ്മൾ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യുന്നു? എ ബി വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. സോ വി വിൽ ഗെറ്റ് അവർ ഇൻപുട്ട് സിമ്പിൾ ലൈക്ക് ദിസ് അല്ലെ? എ ബി ബി ബി. ഓക്കെ, സോ നമുക്ക് ഇനി നോക്കേണ്ടത്, വി ഹാവ് ടു ചെക്ക്. നമ്മളിപ്പോ എന്ത് പറഞ്ഞു? വി ഹാവ് കൺസ്ട്രക്റ്റഡ് എ PDA ഫോർ ദിസ് ഗ്രാമർ അല്ലെ? ഇവിടെ നമ്മൾ PDA കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ചെക്ക് വെദർ ദിസ് സ്ട്രിങ് ഇസ് ആക്സെപ്റ്റഡ് ബൈ ദിസ് PDA അല്ലെ? ഈ ഒരു സ്ട്രിങ് ഈ PDA ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കണം. ഹൗ ക്യാൻ വി ചെക്ക് ദാറ്റ് വെദർ ദ PDA ആക്സെപ്റ്റ്സ് എ പെർട്ടിക്കുലർ ഇൻപുട്ട് സ്ട്രിങ്? എങ്ങനെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയത്? PDA ഇൻപുട്ട് സ്ട്രിങ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റുക? ID പറഞ്ഞില്ലേ? ID യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻസ്റ്റന്റേനിയസ് ഡിസ്ക്രിപ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? We have moved or we have represented the sequence of steps and we have tell that whether the string is accepted or not അല്ലെ? ഇപ്പൊ ആദ്യം എന്ത് ചെയ്യുക? Q ആണ് നമ്മൾ സ്റ്റേറ്റ്. എന്താണ് നമുക്ക് സ്ട്രിങ് തന്നിരിക്കുന്നത്? എ ബി 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 ആണ്
ഇൻപുട്ട് സിമ്പിൾ സ്ട്രിങ് തന്നിരിക്കുന്നത്. ദെൻ വാട്ട് വിൽ ബി അവർ സ്റ്റാക്ക് ടോപ്പ്? സ്റ്റാക്കിന്റെ ടോപ്പ് ഇനീഷ്യലി എന്ത് വെച്ചിട്ടാണ് ഇവിടെ റീപ്ലേസ് ചെയ്യേണ്ടത്? What is to be inserted initially into the stack? എന്താണ് ചെയ്യേണ്ടത്? എസ്, സ്റ്റാർട്ട് സിമ്പിൾ എസ് വെച്ചിട്ടല്ലേ നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടത്. then we have to apply a term style notation and then നമ്മൾ ഇവിടെ നോക്കേണ്ടത് എന്താ? ഈ ട്രാൻസിഷൻസ് നമ്മൾ ഇവിടെ ഉള്ള 1 to 4 വരെയുള്ള ട്രാൻസിഷൻസ് നോക്കുക. then we will have to check whether we have a transition of the form q, a, s. q, a, s എന്ന് പറയുന്ന ട്രാൻസിഷൻ ഉണ്ടോ? ഈ 4 ട്രാൻസിഷനിൽ q, a, s എന്ന് പറയുന്ന ട്രാൻസിഷൻ ഉണ്ടോ? ഇല്ല എങ്കിൽ നമ്മൾ എന്ത് നോക്കണം? വി ഹാവ് ടു ചെക്ക് ദിസ് ട്രാൻസിഷൻ. ദാറ്റ് ഇസ് നമ്മൾ ആദ്യം ഇൻപുട്ട് സിമ്പിൾ എനെ അല്ല എപ്സിലോണെയാണ് കൺസിഡർ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ. ഓക്കെ, സോ വി ഹാവ് ദ ട്രാൻസിഷൻ ഓഫ് ദ ഫോം q, എപ്സിലോൺ, s അല്ലെ? q, എപ്സിലോണും എസും ഉണ്ട്. അതെന്താ ചെയ്യുന്നത്? We will move on to a new state q and we will replace the stack of top with asd. ഇവിടെ ആദ്യം s ആയിരുന്നു ഉള്ളത്. ആ s-നെ നമ്മൾ ഈ ഒരു മൂവ് കൊണ്ട് എന്താക്കി മാറ്റും? asd ആയിട്ട് റീപ്ലേസ് ചെയ്യും. So I have said that b to be inserted first, next terminal a will be inserted. അല്ലെ? ഇതാണ് നടക്കുക. So we will write the move as q, input symbol ഒന്നും നമ്മൾ കൺസിഡർ ചെയ്തില്ല, എപ്സിലോൺ ആണ് കൺസിഡർ ചെയ്തത്. സോ ഇറ്റ് വിൽ ബി ആസ് സച്ച് ആൻഡ് നെക്സ്റ്റ് എസ് വിൽ ബി റീപ്ലേസ്ഡ് വിത്ത് എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യും? എ എസ് ബി വെച്ച് റീപ്ലേസ് ചെയ്യും. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റേറ്റ് വി ആർ കൺസിഡറിങ് ക്യൂ അഗെയിൻ എ, ക്യൂ എ, ട്രാൻസിഷൻ ഇല്ലേ ഇവിടെ? ദാറ്റ് ഇസ് 3 ആണ് നമ്മൾ q, a. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? വി ഹാവ് ടു റീപ്ലേസ് ഓർ വി ഹാവ് ടു പോപ്പ് ദാറ്റ് ടെർമിനൽ സിമ്പിൾ. എന്താണ് പോപ്പ് ചെയ്യേണ്ടത്? എ ആണ് ഈ സ്റ്റാക്കിന്റെ ടോപ്പിൽ. ഇപ്പൊ എന്താ ഉള്ളത്? എ ആണ് സ്റ്റാക്കിന്റെ ടോപ്പിലുള്ളത്. സോ വി ഹാവ് ടു പോപ്പ് ദാറ്റ് എ. സോ അവർ ഇൻപുട്ട് സിമ്പിൾ ഇസ് എന്ത് വരും? ഈ എ ഇവിടെ നിന്ന് പോയി and remaining input is a, b, and we are popping this input symbol, terminal. So we will have s and b will be there. Okay, so next turnstile, next move will be, next we have to consider q, എയും എസും ഉണ്ടോ നോക്കുക. ഇല്ല അല്ലെ? നമ്മുടെ ട്രാൻസിഷനിൽ q, a, s എന്ന് പറയുന്ന ഒരു ട്രാൻസിഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ നെക്സ്റ്റ് വി ഹാവ് ടു കൺസിഡർ ദ ട്രാൻസിഷൻ q, എപ്സിലോൺ, s. സോ എങ്ങനെയായിരിക്കും വരിക? q, ഇൻപുട്ട് വിൽ റിമെയിൻ ആസ് സച്ച്, അങ്ങനെ തന്നെ നിൽക്കും. പിന്നെ എന്ത് ചെയ്യണം? ഈ നമ്മൾ ഓൾറെഡി ഈ എനെ പോപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. സോ നെക്സ്റ്റ് ഇൻ സ്റ്റാക്ക് ഓഫ് ടോപ്പ് വി വിൽ ഹാവ് ബി ആൻഡ് എസ്. സോ ദിസ് എസ് വിൽ ബി റീപ്ലേസ്ഡ് വിത്ത്, നമുക്ക് ഈ ഒരു ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷനിൽ എങ്ങനെയാണോ സ്റ്റെപ്പ് പോകുന്നത് അതുപോലെ നമ്മൾ ഇവിടെ റീപ്ലേസ് ചെയ്ത് പോയാൽ മതി. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? എസിനെ എ ബി വെച്ച് റീപ്ലേസ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ എസിനെ അഗെയിൻ നമുക്ക് എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യേണ്ടി വരും? എ എസ് ബി വെച്ച് റീപ്ലേസ് ചെയ്യാം. എ എസ് ബി ബി. ഓക്കെ, സോ നെക്സ്റ്റ് വി വിൽ ഹാവ്, ഇനി എന്താ നോക്കേണ്ടത്? വി ഹാവ് q1 then a and a. അപ്പോൾ QAA ട്രാൻസിഷൻ ഉണ്ട്. സോ ഫ്രം QAA we can say that the A will be popped off. സോ ഇവിടെ നിന്ന് ഈ ഒരു എസിന് നമ്മൾ സ്റ്റാക്കിൽ പിന്നെ എങ്ങനെയായി? ഇവിടെ ബി ഉണ്ട്, then B S A ഫോമിലാണുള്ളത്. സോ ഫ്രം ദിസ് A will be popped off, ബാക്കിയുള്ളത് BBS ആണ് വരിക. ദാറ്റ് ഇസ് വി വിൽ ഹാവ് Q, ഈ ഒരു ഇൻപുട്ട് സിമ്പിൾ പോയി എ ബി ബി ബി, എസ് ബി ബി ആയി വരും അല്ലെ? സോ നെക്സ്റ്റ് we have to check whether we have the transition of the form QAS. We don't have the transition, so again we have to replace it with the first transition, that is Q, നമ്മളിവിടെ epsilon ആണ് നോക്കേണ്ടത്. So input will remain as such and ഈ എസിനെ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യേണ്ടി വരും? അഗെയിൻ നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടത് എന്താണ്? എ ബി വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ റീപ്ലേസ് ചെയ്യുന്നത് അല്ലെ? ആദ്യം എസിനെ എ എസ് വെച്ച് റീപ്ലേസ് ചെയ്തു, നെക്സ്റ്റ് എ എസ് ബി വെച്ച് റീപ്ലേസ് ചെയ്തു, നെക്സ്റ്റ് വി ആർ റീപ്ലേസിംഗ് വിത്ത് എ ബി. സോ ഇവിടെ എന്ത് വരും? എ ബി 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 വരും. ഓക്കെ, സോ ഇവിടെ നിന്ന് എന്തായി? നമ്മൾ സ്റ്റാക്കിന്റെ ടോപ്പിൽ നിന്ന് എസിനെ റീപ്ലേസ് ചെയ്തിട്ട് നമുക്കിപ്പോ എന്താ ഉള്ളത്? ബി 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 ആൻഡ് എ, ഇങ്ങനെയാണ് ഉള്ളത് സ്റ്റാക്ക്. So next is we have to check Q, A and A.
എന്താണ് വരിക ക്യൂ എ എന്ന് വരുമ്പോൾ നെക്സ്റ്റ് ട്രാൻസിഷൻ എന്ന് പറയുന്ന ഏത് ഫോമിലാവും ക്യൂ നമ്മൾ എന്ത് ചെയ്യണം എന് ഈ സ്റ്റാക്കിന്റെ ടോപ്പിൽ നിന്ന് വി ഹാവ് ടു പോപ്പ് ഇറ്റ് ഓഫ്. ഓക്കെ, സോ പോപ്പ് ചെയ്യുമ്പോൾ എന്താ എടുത്ത് തരിക ക്യൂ കൊമ then a will be removed b comma b. Okay, again we have q comma b. ഈ fourth transition നമുക്ക് എടുക്കാം. So from this we will get q comma b comma b. Okay, next again we have q b. So from this b will be removed, so we will get like this, and again it will match with the fourth transition. So again b will be popped off. ഇതിൽ നിന്ന് b pop ചെയ്തു, next b pop ചെയ്തു, at last b യും കൂടി pop ചെയ്തു. So we will have q comma input symbol will be completed and stack of top will be empty. So we will reach at the സ്റ്റാക്ക് എംടിയുമായി അതുപോലെ തന്നെ നമ്മൾ ഈ തന്നിരിക്കുന്ന ഇൻപുട്ട് സിമ്പിൾ കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്തു complete analyzing chedu. So from this we can say that this PDA accepts the string a b. So we have got the leftmost derivation, or we can have the derivation from this context free grammar, as well as we have said that this will be accepted by the constructed PDA. So from this നമുക്ക് എന്ത് മനസ്സിലായി ഒരു CFG ന്ന് we can construct a PDA like this. Clear? Is there any doubt? Doubt undo? Okay. Okay. So next class la നമുക്ക് എന്താ വേറെ questions ചെയ്യാം. Okay. Thank you.